പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ രണ്ടാം സാമുവേലിൻ്റെ ഗ്രന്ഥ പരിചയം അതിൻ്റെ സമാപന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാണ് നാം കണ്ട് വന്നിരുന്നത്. അതതിൻ്റെ അന്ത്യം കുറിക്കുന്ന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ 24-ാം അധ്യായത്തോടു കൂടി രണ്ടാം സാമുവേലിൽ അവസാനിച്ച രാജാക്കന്മാരുടെ പുസ്തകം ആരംഭിക്കുകയാണ്. ഈ അടുത്ത പ്രാവശ്യത്തെ എപ്പിസോഡോട് കൂടി നമ്മൾ ഈ ഭാഗം സമാപിപ്പിച്ചിട്ട് രാജാക്കന്മാരുടെ ഗ്രന്ഥങ്ങളിലേക്ക് തിരിയാനാണ് താല്പര്യപ്പെടുക. ഇവിടെ നാം കണ്ടെത്തുന്ന കാര്യം വീണ്ടും വീണ്ടും അനുസ്മരിക്കേണ്ട ഒരു സംഗതി, ദൈവവചന പഠന യജ്ഞമാണിത്. ഇതൊരു പരിപാടിയല്ല. ഇത് നമ്മുടെ ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള അറിവ് സമ്പാദിക്കാനുള്ള ഒരു പരിപാടിയല്ലിത്. അത് വേദപുസ്തക ഗ്രന്ഥത്തിൻ്റെ രചനയിൽ നിന്ന് തന്നെ പ്രകടമാണ്. ഇവിടെ വിവരിക്കുന്ന ഈ സംഭവങ്ങളൊക്കെ സംഭവിച്ച ആ ഘട്ടങ്ങളിൽ തന്നെ അത് നോട്ട് ചെയ്ത് വെച്ച് അങ്ങ് എഴുതി വെച്ചതല്ല, ചരിത്രം രചിച്ചതല്ലത്. പിന്നെയോ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലുള്ള വിശുദ്ധ ഗ്രന്ഥകാരന്മാർ ദൈവത്തിൻ്റെ കരങ്ങൾ ഉപകരണമായി നിന്നുകൊണ്ട് നടന്നുപോയ സംഭവങ്ങളുടെ പരസ്പര ബന്ധം പരിശുദ്ധാത്മാവിൽ കണ്ടെത്തിയിട്ട് മനുഷ്യരക്ഷയ്ക്കായി ദൈവത്തിൻ്റെ പുത്രൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ഒരുക്കവും പശ്ചാത്തലവുമായി ഈ കാര്യങ്ങളെ അവരെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നതിലേക്കാണ് നമ്മൾ ശ്രദ്ധ വരേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ ദാവീദ് ജീവിച്ചിരുന്ന BC 1010 അപ്പോൾ അതിനോടനുബന്ധിച്ച് അടുത്ത ഘട്ടങ്ങളിലൊക്കെയാണല്ലോ ഈ സംഭവങ്ങൾ നടക്കുന്നത്. പക്ഷേ ഇതെന്നാ രചിക്കുന്നത്? BC 587 ചേർന്നാണിത്, അല്ലെങ്കിൽ BC 537 ചേർന്നതായത്. അവിടെ ഇവിടങ്ങളിൽ ചിതറിക്കിടന്ന രേഖകളൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് പഞ്ചഗ്രന്ഥിയാക്കി രൂപപ്പെടുത്തിയത് BC 537 ശേഷം എസ്രാ നെഹമ്യാ എന്ന് പറയുന്ന നേതാക്കന്മാരുടെ നേതൃത്വത്തിലാണ്. അതുവരെ നമുക്ക് വേദപുസ്തകം ഇല്ലായിരുന്നു, ഗ്രന്ഥമില്ലായിരുന്നു. നമുക്ക് അതിനെ അറിയാവുന്ന കാര്യമാണ്. പല പ്രദേശങ്ങളിലായിട്ട് അടിഞ്ഞുകൂടി കിടന്നിരുന്ന പാരമ്പര്യങ്ങൾ, യഹോവ പാരമ്പര്യം, നിയമാവർത്തന പാരമ്പര്യം, എലോഹീം പാരമ്പര്യം, പുരോഹിത പാരമ്പര്യം, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പാരമ്പര്യ ശാഖകളെ അവർ കളക്ട് ചെയ്ത് എടുത്ത് അതൊരു ഗ്രന്ഥമായി രൂപീകരിച്ചത് വേദപാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ജനത്തിന് വിശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു ദേവാലയം പണിയാൻ ഒരുങ്ങിയപ്പോൾ നെഹമ്യായും എസ്രായും ഒക്കെ അവിടെ നിന്ന് പണി ആരംഭിക്കുമ്പോൾ കണ്ട വല്ലാത്ത സാഹചര്യം എന്ന് പറയുന്നത് വിശ്വാസമേ ഇല്ല ആ പ്രദേശത്തെ ജനത്തിന്. കാരണം അവിടെ ഈ നാട്ടുകടത്തപ്പെട്ട് ജനമെല്ലാം പോയി കഴിഞ്ഞപ്പോൾ വന്നിരുന്ന സങ്കരവർഗം അവിടെ കഴിഞ്ഞുകൂടിയവർക്ക് യഹോവയുള്ള വിശ്വാസത്തിൻ്റെ വലിയ തരി പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പം പിന്നെ എന്തിനാ പള്ളി പണിയുക? നാം ഇപ്പോൾ ഈ കാലഘട്ടം ചിന്തിക്കേണ്ടതാണ്. ദേവാലയം പണിയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ജനത്തിന് വിശ്വാസം ഇല്ലെങ്കിൽ പിന്നെ ദേവാലയത്തിൽ നിന്നർത്ഥം? ദേവാലയം വിശ്വാസത്തെ വളർത്തും. അതുപോലെ തന്നെ ദേവാലയത്തിൻ്റെ ഉള്ളിൽ വിശ്വാസം ഇല്ലാത്തവൻ കിടന്നു വന്നാലും അത് കച്ചവട സ്ഥലമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇവർ ദേവാലയം പണിയാനായിട്ട് ഒരുപ്പെടുന്ന സാഹചര്യങ്ങളിലാണ് ദൈവിക വെളിപാടിൻ്റെ അതുവരെയുള്ള രേഖകൾ കളക്ട് ചെയ്തെടുത്ത് ഗ്രന്ഥമാക്കി മാറ്റിയതാണ് പഞ്ചഗ്രന്ഥി അഥവാ തോറ എന്ന് യഹൂദന്മാർ പറയുന്ന വിശുദ്ധ ഗ്രന്ഥം. നമുക്കറിയാറുണ്ട്, നെതന്യാഹു നിർദ്ദേശങ്ങൾ പട്ടാളൊക്കെ കൊടുക്കുമ്പോൾ ഈ തോറ കൈ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നത്. അബ്രഹാം തൊട്ട് ഇങ്ങോട്ട് പോന്നിരിക്കുന്ന ദൈവിക വെളിപാടിൻ്റെ സത്യങ്ങൾ അവർ ഉൾക്കൊണ്ടുകൊണ്ട് അതാണ് ഇങ്ങോട്ട് വിചിന്തനത്തിനായിട്ട് നൽകുന്നത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ദാവീദിൻ്റെ ഘട്ടങ്ങൾ നടന്ന സംഭവങ്ങളൊക്കെ ആ കൃത്യം ആ കാലഘട്ടത്തിൽ അങ്ങ് റിപ്പോർട്ട് ചെയ്ത് വയ്ക്കുകയല്ല ഇവിടെ. നേരെ മറിച്ച് നൂറ്റാണ്ടുകൾക്ക് ശേഷം, അത് കഴിഞ്ഞ് 4-5 നൂറ്റാണ്ടുകൾക്ക് ശേഷം അതിലൂടെ ദൈവം ഇടപെട്ട് വന്ന് പ്രവർത്തിച്ചിരുന്ന സംഭവങ്ങളെ എടുത്ത് കണക്ട് ചെയ്തുകൊണ്ട് ദാവീദിൻ്റെ പുത്രൻ ഭാവിയിൽ വരാൻ പോകുന്ന മിശിഹായെ കേന്ദ്രീകരിച്ചുള്ള ദൈവശാസ്ത്ര സമീപനങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് കാണുമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു പ്രാർത്ഥനാ മനോഭാവം. അതുകൊണ്ടാണ് വേദപുസ്തകം വിശുദ്ധ ഗ്രന്ഥം പഠിക്കാൻ ഒരുങ്ങുന്നവർ പ്രാർത്ഥിക്കുന്ന മനോഭാവത്തോടെ വേണം അങ്ങോട്ട് തിരിയാൻ എന്ന് എടുത്തെടുത്ത് പറയാൻ കാരണം അതാണ്. കാരണം നമ്മുടെ വിജ്ഞാന സമ്പാദനത്തിലുള്ള ഗ്രന്ഥമല്ലിത്. അത് ദൈവകൃപയിലൂടെ നമ്മുടെ ആത്മാവിലേക്ക് രക്ഷണീയ രഹസ്യം കടന്നു വരുന്ന അത്ഭുതകരമായ കൃപയുടെ പ്രവർത്തനമാണ്.
അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദാവീദിൻ്റെ ഘട്ടങ്ങൾ 2-3 ഘട്ടങ്ങൾ പറഞ്ഞല്ലോ. അദ്ദേഹത്തിൻ്റെ ആദ്യ ഘട്ടം ആട്ടിടനായിരുന്ന ഘട്ടം, പിന്നീട് അദ്ദേഹം പിന്നീട് സാവൂൾ രാജാവിൻ്റെ ഭവനത്തിലെത്തിയതിന് ശേഷമുള്ള അസൂയയ്ക്ക് പാത്രീഭൂതമായിരുന്ന ഘട്ടം, അത് കഴിഞ്ഞ ശേഷം അദ്ദേഹം വധിക്കപ്പെടാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി സാവൂൾ രാജാവ് ഇങ്ങനെ പരക്കം പാഞ്ഞ ഘട്ടം, അവസാനം സാവൂളിൻ്റെ അന്ത്യം ചെന്ന് ആത്മഹത്യയ്ക്കാണ് തീരുന്ന ഘട്ടത്തെ തുടർന്ന് രാജാവാകുന്നു. ഹെബ്രോണിൽ വെച്ച് രാജാവായതിനു ശേഷം പിന്നീട് അദ്ദേഹം രാജവാഴ്ച ആ ഗ്രേറ്റർ ഇസ്രായേലിന് മുഴുവൻ രാജാവായിട്ട് മാറുന്ന ഘട്ടങ്ങളിലേക്ക് നീങ്ങുന്നതിൻ്റെ ഇടയിൽ വരുന്നതായ വലിയ വീഴ്ചയും പരാജയവും അനുതാപവും സങ്കീർത്തനങ്ങളും പിന്നീട് അതോടനുബന്ധിച്ച് വരുന്നതായ ശിക്ഷയും ശിക്ഷണങ്ങളും ഒക്കെയുള്ള നമ്മൾ കണ്ടു കഴിഞ്ഞു ഒക്കെയൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് അതിൻ്റെ സമാപനത്തിലേക്ക് എത്തി നിൽക്കുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഇപ്പം നമ്മുടെ മനസ്സിലിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇന്ന് കാണുന്ന ഒരു 22 അധ്യായം 21 അധ്യായം തൊട്ട് 24 അധ്യായം വരെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി 18-ാം സങ്കീർത്തനം രൂപക്കൊള്ളുന്നതും അതിൻ്റെ ആ മനോഹരമായ ആവിഷ്കാരവുമാണ് അവിടെ നമ്മൾ കാണുന്ന 22-ാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പം കാണാൻ പോകുന്നത്. ആ സങ്കീർത്തനമാണ് അതിന് മെയിനായിട്ട് നിൽക്കുന്ന ഒരു സംഗതി. കാരണം തൻ്റെ ജീവിതത്തെ സംരക്ഷിക്കുന്നതും കൊണ്ടു നടക്കുന്നതും വഴി നടത്തുന്നതും വിജയിപ്പിക്കുന്ന എല്ലാം കർത്താവാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ അതീശത്തെ എടുത്ത് ഉയർത്തിക്കാണിട്ട് കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് തന്നെ രക്ഷിച്ച കർത്താവിന് തന്നെ സാഷ്ടാംഗ പ്രണാമം ചെയ്തതിൻ്റെ ഹൃദയവികാരങ്ങൾ വെളിപ്പെടുത്തുന്ന സങ്കീർത്തനമാണ് 18-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. അതിലേക്കാണ് വാസ്തുവിൽ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധ കടന്നു വരിക. 2 ദുരന്തങ്ങൾ അവിടെ ഉണ്ടായി. അവിടെ അതായത് ഒരു വലിയ ഒരു ക്ഷാമമുണ്ട് പറഞ്ഞാൽ ഒരു വരൾച്ചയുണ്ടായി. 2-3 വർഷത്തേക്ക് മഴ പെയ്തില്ല. അതിൻ്റെ അവസാനം എന്ന് പറഞ്ഞൊരു മഹാമാരി ഉണ്ടായി. ഇത് രണ്ടിൻ്റെ ഇടയ്ക്കാണ് വന്ന് ഭവിച്ചിരിക്കുന്നത്. ഈ അതിൻ്റെ മധ്യേ വീരയോദ്ധാക്കളെക്കുറിച്ചുള്ള പ്രതിപാദനങ്ങളുണ്ട്, ഒപ്പം തന്നെ സങ്കീർത്തനമുണ്ട്. അപ്പോൾ ദാവീദ് രാജാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുരന്തം ഇങ്ങനെ വന്നു ഭവിച്ചിരിക്കുന്നത്? അക്കാലഘട്ടങ്ങളിൽ ഇതുപോലുള്ള ദുരന്തങ്ങൾ വരുവാണെങ്കിൽ അതിൻ്റെ പിൻപിൽ ദൈവത്തിൻ്റെ കരങ്ങളുണ്ട് എന്നും അത് ശിക്ഷയാണ് അല്ലെങ്കിൽ വിശുദ്ധീകരിക്കാനുള്ള മാർഗമാണെന്ന് അവർക്ക് ധാരണയുണ്ടായിരുന്നു. നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഇവിടെ വലിയ ദുരന്തം വന്നു, അത് കഴിഞ്ഞ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള വലിയ അടുത്ത കഴിഞ്ഞ ഘട്ടങ്ങളിൽ നടന്ന വലിയ ദുരന്തം ഉണ്ടായി. അപ്പോൾ അതേ തുടർന്നൊക്കെ നമ്മളെന്താ ചിന്തിച്ച് കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ശാസ്ത്രീയമായിട്ട് ചിന്തിച്ചു എന്തിൻ്റെ വൈറസാണ്, എവിടെ നിന്ന് തുറന്നതാണ്, അത് ചൈനയിൽ നിന്ന് പൊട്ടി പുറപ്പെട്ടതാണ്, ലോകം മുഴുവൻ വ്യാപരിക്കുക. ഇതൊക്കെ നമ്മൾ ശാസ്ത്രീയമായിട്ടൊക്കെ കണ്ടെത്താനൊക്കെ ശ്രമിച്ചെങ്കിലും ഇതിനൊക്കെ പിൻപിൽ ദൈവശാസ്ത്രജ്ഞന്മാർ ഒരു പക്ഷേ അതിൻ്റെ പിൻപിൽ ദൈവത്തിൻ്റെ ഇടപെടൽ മനുഷ്യൻ്റെ ഇല്ലായ്മയെക്കുറിച്ച് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ ഈ അഹന്ത ഒന്ന് ഇടിച്ച് നിരത്തിയിട്ട് നീ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കൊടുക്കാനും ഒരു ചെറിയ ഒരു അണുവിന് മാത്രം മതി നിന്നെ തകർക്കാനുള്ള കാര്യം ബോധ്യപ്പെടാനും ഒക്കെയുള്ള ചിന്ത ആധ്യാത്മിക പിതാക്കന്മാർ ഉളവാകുന്നതും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള വലിയ ഭയങ്കരമായിട്ടുള്ള ദുരന്തങ്ങളൊക്കെ വരുമ്പോഴൊക്കെ അതിന് ദൈവത്തിൻ്റെ പിമ്പിലൊരു പദ്ധതി ഉണ്ടാകും എന്നാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമുക്ക് വലിയ വെള്ളപ്പൊക്കം ഉണ്ടായി. ആ വെള്ളപ്പൊക്ക ഘട്ടങ്ങളിൽ നമ്മളെല്ലാം ഒന്നിച്ചേർന്ന് ഒറ്റക്കെട്ടായിട്ട് തന്നെ നേരിട്ടു. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അതിലൂടെ നമുക്കൊരു ഐക്യബോധമൊക്കെ ഉണ്ടായി. അതിനു വേണ്ടിയായിരുന്നു അത് ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ നമുക്കൊരു ഉത്തരമില്ല. പക്ഷെ അതിൻ്റെയൊക്കെ പിൻപിൽ ദൈവ പരിപാലന കാണാൻ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ പ്രപഞ്ചം നീങ്ങുന്നത് ദൈവത്തിൻ്റെ പരിപാലനയിലാണ്, നമ്മുടെ കഴിവുകൊണ്ടല്ല. ഇത് തിരിച്ചറിയുകയാണ് ദാവീദ്, വ്യക്തമായിട്ട് തിരിച്ചറിയുക. അതുകൊണ്ട് അത് സങ്കീർത്തനം എടുത്തത് പറയാനായിട്ട് ഇടയായിട്ടുള്ളത്. അതാണ് നമുക്കിന്ന് പ്രചോദനമായിട്ട് നിൽക്കുന്നത്, വിശ്വാസ പ്രചോദനം അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചു? ഇങ്ങനെ വലിയ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഉത്തരം ഇതാണ്: ഇസ്രായേൽ ഉടമ്പടി ലംഘിച്ചു. ദൈവത്തോടുള്ള ഉടമ്പടിയല്ല. ഗിബെയോൻകാരെന്ന് പറഞ്ഞൊരു വിഭാഗം ഓർക്കുന്നുണ്ടല്ലോ, അവരുടെ യാത്രാമധ്യേ ഗിബെയോൻകാരെന്ന് പറഞ്ഞൊരു ചെറിയ വിഭാഗം അവർ പേടിച്ചു ഈ ജനം വരുന്നത് കണ്ടുകൊണ്ട്. ഇവരൊരു സൈനിക ശക്തിയാണ് കണ്ടതുകൊണ്ട് ഇവരോട്ട് ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കംപ്ലീറ്റായിട്ട് നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങ് ദൂരെ എങ്ങുന്നോ വരുന്ന ആൾക്കാരെന്ന രീതിയിൽ അഭിനയിച്ച് കീറിപ്പറിഞ്ഞ് വസ്ത്രങ്ങൾ ധരിച്ച് ചാക്കും പാണമൊക്കെ ആയിട്ട് വന്ന് അമ്മ ജോർഷയുടെ മുമ്പിലൊക്കെ അണിനിട്ട് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ അവർ കരുണ തോന്നി, അനുകമ്പ തോന്നി അവരെ രക്ഷിച്ചു. അവരെ വധിക്കാതെ വിടുകയും ഇവരുടെ സൈന്യത്തിന് മുമ്പോട്ട് അങ്ങനെ നീങ്ങുകയും ചെയ്തു. പക്ഷേ ഏറെ കഴിഞ്ഞ് അവർക്ക് മനസ്സിലായത് അവരെ പറ്റിക്കുക ചെയ്തിരുന്നു. ഇവരവിടുത്തെ ജനം തന്നെയായിരുന്നു. അവർ പിന്നീട് അവിടെ തന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത് കണ്ടപ്പോൾ അതിന് മുമ്പ് അവർ ഉടമ്പടി ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവരെ വധിക്കുകയില്ല, ഉപദ്രവിക്കുകയില്ല,
എന്ന് ഉടമ്പടി ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് പറ്റിക്കുന്നു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ തിരിച്ചവരെ വധിക്കാനൊരുങ്ങിയല്ല, അവരെ വിറക് വെട്ടുകാരും വെള്ളം കോരികളുമായിട്ട് മാറട്ടെ, അവർ നമ്മുടെ കൂടെ ജീവിക്കട്ടെ എന്ന രീതിയിൽ അവരെ വിട്ടയക്കുക ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ട് ഉടമ്പടി ഉണ്ടായിരുന്നു, അവരെ വധിക്കുകയില്ലായിരുന്നു. പക്ഷേ സാവൂൾ രാജാവ് അനേകം പേരെ വധിച്ചു. ഇതാണ് ഉടമ്പടിയുടെ ലംഘനം. അപ്പോൾ ആ ഒരു തിന്മ രാജാവ് ചെയ്തപ്പോൾ രാജ്യം മുഴുവൻ ശിക്ഷിക്കപ്പെടുകയാണ്. അങ്ങനെ അവരുടെ കാഴ്ചപ്പാട്. നേതാവ് തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അനുയായികൾ കൂടി ശിക്ഷിക്കപ്പെടുന്ന ചിന്തയാണ് ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ കാണുക. അതായത് ഒരാളുടെ പാപത്തിൻ്റെ ഫലം മറ്റുള്ളവരെല്ലാം വഹിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പം അങ്ങനെ സാഹചര്യം വന്നപ്പോൾ ദാവീദ് രാജാവ് എന്തോ അവരുമായിട്ട് ഒരു അനുരഞ്ജനത്തിലേക്ക് വരാൻ ശ്രമിക്കുകയാണ്. അവരെ വിളിച്ചു കൂട്ടിയിട്ട് അവരോട് പറയുന്നു, നമുക്ക് നിങ്ങളെ ഉപദ്രവിച്ചു, നിങ്ങൾക്ക് നഷ്ടമുണ്ടായി, നിങ്ങളിപ്പോൾ ഒരുപാട് പേര് വധിക്കപ്പെട്ടു, അങ്ങനെ കുടുംബങ്ങൾ അന്യാധീനമായി, സോറി, ഞാൻ അതിൽ ദുഃഖിതനാണ്. അതുകൊണ്ട് അതിനെന്താ പരിഹാരം ചെയ്യേണ്ടത്, നഷ്ടപരിഹാരമായിട്ട് ഇത്ര കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നു അതുപോരാ, നഷ്ടപരിഹാരം അതുപോരാ, നിയമാനുസൃതമായിട്ട് ഉള്ള രീതികൾ അവലംബിക്കണം എന്ന് പറയുന്നത് പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. അതുകൊണ്ട് ഞങ്ങളിത്രയും വധിക്കപ്പെട്ടുവെങ്കിൽ സാവൂളിൻ്റെ പുത്രന്മാർ അതേ വിധത്തിൽ വധിക്കുക എന്നുള്ള അവർ പറയുകയല്ല, അവർ ബലിയർപ്പിക്കപ്പെടുന്ന രീതിയിലേക്ക് വന്നപ്പോൾ അതിനു വേണ്ടി ഒരു വട്ടചട്ടങ്ങൾ ഒരുക്കുകയും ആ വിധത്തിൽ ദാവീദ് അതിന് തയ്യാറാകുകയും ചെയ്തപ്പോഴാണ് ഈ മഹാമാരിയിൽ നിന്ന് മോചനം കിട്ടിയത്. ഇവിടെ വരുന്ന വായനകൾ പഠിപ്പിക്കുന്നത് തന്നെയാണ്. നഷ്ടപരിഹാരം പോരാ എന്ന് പറഞ്ഞതുകൊണ്ട് ഇവരെ തൂക്കിലേറ്റുന്ന സാഹചര്യം, 7 മക്കളും കൊച്ചുമക്കളും, 2 മക്കളും ബാക്കി 5 കൊച്ചുമക്കളുമായിട്ടപ്പോൾ യോനാത്തിൻ്റെ പുത്രനെ വെറുതെ വിട്ടു. കാരണം യോനാത്തിനുമായിട്ട് ദാവീദിന് ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. താൻ അധികാരത്തിൽ വരുമ്പോൾ എൻ്റെ കുടുംബത്തെ എന്നെ സംരക്ഷിക്കണമെന്ന് യോനാത്തിനെന്ന് പറഞ്ഞിരുന്നത്. അത് ഓർത്തുകൊണ്ട് ദാവീദ് യോനാത്തിൻ്റെ മക്കളെ അതിൽ നിന്ന് വിടുതൽ നൽകുകയും അവരെ മോചിപ്പിക്കുകയും ചെയ്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഘട്ടങ്ങളിൽ ഇവർ ചെയ്ത തെറ്റ് അത് വലിയ ഗൗരവമായ തെറ്റായിരുന്നു. അതിന് പരിഹാരം ചെയ്യുന്ന നമുക്ക് കാണുന്നത്. അപ്പോൾ ആ സമയത്ത് റിസ്പ എന്ന് പറയുന്ന ഒരു അമ്മ, അവളുടെ 2 മക്കൾ അപ്രകാരം വധിക്കപ്പെട്ടു. അവളെ വാസ്തവം പറഞ്ഞാൽ നല്ല കുലീനയായ ഒരു സ്ത്രീയും, ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വിശുദ്ധിയായ ഒരു സ്ത്രീയുമായിരുന്നു. അവൾക്ക് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ശക്തിയില്ല, കഴിവില്ല, അതിനെ എതിർക്കാനുമുള്ള കഴിവില്ല. കാരണം നിഷ്കളങ്കരായ ആളുകൾ വധിക്കപ്പെടുക, തൻ്റെ 2 മക്കൾ വധിക്കപ്പെടുകയാണ്. വധിക്കപ്പെട്ടതിന് ശേഷം അന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ ഗിബിയോൻകാരുടെ നിയമം അനുസരിച്ച് ഇപ്രകാരം വധിക്കപ്പെട്ട മരത്തിൽ കെട്ടി തൂക്കി എന്തെങ്കിലും വന്ന് മറ്റ് പക്ഷികൾ വന്ന് കൊത്തിപ്പറിച്ച് അതിൻ്റെ മൃതശരീരമൊക്കെ തിന്നു തീർക്കുന്ന രീതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്യമൃഗങ്ങൾ വന്ന് തിന്നു തീർക്കുന്ന രീതിയൊക്കെ ആയിരുന്നു. പക്ഷേ യഹൂദന് അങ്ങനെയല്ല. യഹൂദൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മാന്യത എന്ന് പറയുന്നത് നല്ല ഒരു മൃതസംസ്കാരം ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പൂർവികരോട് ചേർക്കപ്പെടുന്നു എന്ന് പറയുന്നതാണ് അവരെ സംബന്ധിച്ച് അഭിമാനകരമായൊരു കാര്യം. അതുകൊണ്ട് ഈ റിസ്പ എന്ന് പറയുന്ന ആ അമ്മ അതിന് തൊട്ടടുത്ത് പോയി ചാക്ക് വിരിച്ചുകൊണ്ട് അവിടെ അവർ ഉപവാസം അനുഷ്ഠിച്ചുകൊണ്ട് കാത്തിരുന്നു. അതായത് വരുന്ന എല്ലാ പക്ഷികളെയും മൃഗങ്ങളെ ഓടിച്ചുകൊണ്ട് ആ മൃതശരീരത്തിന് കാവലിരുന്നു എന്നുള്ളതാണ്. കാത്തിരുന്നു എന്നുള്ള വളരെ ഗൗരവമായ സംഗതി. മൃതശരീരം കാവലിരുന്നു, വേദനയോടുകൂടി തൻ്റെ മക്കളുടെ മൃതശരീരം കണ്ടുകൊണ്ട്. വസ്തുതലതിനകത്ത് വ്യാഖ്യാതാക്കൾ അമ്മ തൻ്റെ തിരുക്കുമാരനെ മടിയിൽ കിടത്തിക്കൊണ്ട് നോക്കി മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നതിൻ്റെ നിഴലായിട്ട് അതിനെയൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്, ദാവീദ് രാജാവ് ഇതറിഞ്ഞതോടെ അദ്ദേഹം എന്തെങ്കിലും തീരുമാനമെടുത്തു. അവരുടെ മൃതശരീരം മാത്രമല്ല മറ്റുള്ളവരുടെ ജോസഫിൻ്റെ അസ്ഥിയും അതുപോലെ സാവൂളിൻ്റെ ആ കല്ലറയിൽ തന്നെ ജോസഫിൻ്റെ അസ്ഥികളോട് ചേർത്ത് ഇവരെ മൃതശരീരങ്ങൾ കൊണ്ട് അടക്കാനായിട്ട് തീരുമാനിക്കുകയും അങ്ങനെ മാന്യമായ മൃതസംസ്കാരം നൽകുകയും ചെയ്തവരോട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ പൂർവികരോട് ചേരുന്നു എന്നുള്ളത് യഹൂദൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഒരു തൃപ്തിയാണ്. അവർ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമുക്ക് ഇന്നത്തെ പോലുള്ള കാഴ്ചപ്പാടില്ല. നമുക്കറിയാം, നമുക്ക് വളരെ വ്യക്തമായ കാഴ്ചപ്പാടാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഈശോ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നതാണ്. മറ്റാരും കൊണ്ട് നമ്മളെ യുക്തിബോധത്തിൽ ഇടിച്ച് നിരത്ത് കയറ്റതൊന്നുമല്ല. ഈശോ നേരിട്ട് പറഞ്ഞിരിക്കുന്നതാണ്, ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകും, ഞാൻ നിങ്ങളും നിങ്ങൾ എന്നിലും നമ്മൾ പിതാവിലുമായിരിക്കും, എന്നും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് കല്ലറയുള്ളവരെല്ലാം അവൻ്റെ സ്വരം കേൾക്കുന്ന സമയം വരുന്നു, അല്ല ഇത് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനായിട്ട് പുറത്തു വരും.
പൗലോസ്ലീഹായും അത് കൃത്യമായത് പഠിപ്പിച്ചു. ദൈവത്തിൻ്റെ ആജ്ഞാസ്വരം ഉയരുകയും പ്രധാന മാലാഖയുടെ കാഹളസ്വരം കേൾക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യപുത്രൻ വാനമേഘങ്ങൾ പ്രത്യക്ഷനാകും. അപ്പോൾ മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേൽക്കും, നാമോ കർത്താവിലേക്ക് എടുക്കപ്പെടുകയും നാം എന്നും കർത്താവിൻ്റെ ആയിരിക്കുക. എത്ര ക്ലിയർ ആയിട്ടാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ച്. കാരണം മരണം കൊണ്ട് അതിജീവിച്ച ദൈവപുത്രൻ നമുക്ക് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടാണ് പഠിപ്പിച്ചിരിക്കും. ഞാൻ പോകുന്നത് നല്ലതാണ്, ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്ഥാനമൊരുക്കും, എൻ്റെ പിതാവിൻ്റെ പക്കൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട്, ആ ഒരുക്കി കഴിഞ്ഞ് ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ പുത്രനാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് മരണത്തെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. മരണത്തെ കർത്താവ് കീഴടക്കുക. മരണത്തിൻ്റെ അധിപൻ പിശാചായിരുന്നു. പിശാച് അതിനെ കീഴടക്കിയെങ്കിൽ പിശാചിനെ മരണം കൊണ്ട് കർത്താവ് കീഴടക്കിയപ്പോൾ നമ്മളെ മരണത്തിന് സ്വതന്ത്രമാക്കി കർത്താവിൻ്റെ ആ വലിയ ആ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴി തുറക്കുക ചെയ്തു. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ വന്ന് ഭവിക്കുമ്പോൾ ഈ ഒരു ചിന്ത ഇവിടെ നമ്മൾ അന്ന് അവർക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള അവരുടെ ചിന്ത പൂർവികരോട് ചേരുക എന്നുള്ളതൊരു വലിയ കാര്യമായിട്ട് അവർ കരുതിയിരുന്നു. പൂർവികരോട് ചേരുക. അതുകൊണ്ടാണ് മാന്യമായ മൃതസംസ്കാരം ഉണ്ടാകുക എന്നുള്ള യഹൂദനെ സംബന്ധിച്ചിടത്തോളം വലിയ അവരുടെ ജീവിതത്തിൽ മറ്റൊരു ചിന്ത കൂടി ഉണ്ടായിരുന്നു. മരിച്ചു കഴിഞ്ഞാൽ ജോസഫാത്ത് താഴ്വരയിൽ അന്ത്യവിധി എവിടെ ഉണ്ടാകുമെന്ന് ധാരണയുണ്ടായിരുന്നു. ജോസഫാത്ത് താഴ്വര എന്ന് പറഞ്ഞാൽ അറിയാവോ നിങ്ങൾക്ക്? അതായത് ഒലിവ് മലയുടെ ഓപ്പോസിറ്റായിട്ട് അവരെയാണല്ലോ ജെറൂസലേം, രണ്ട് മലകളായിരുന്നു. ആ ജെറൂസലേം ഒരു മല, അപ്പോൾ ഒലിവ് മലയോളം വലിപ്പമില്ല, പൊക്കമില്ല, പക്ഷേ ഒലിവ് മല അതിനൊക്കെ ഉയർന്ന മലയാണ്. ജെറൂസലേം മല താഴോട്ട് ഇറങ്ങി വന്ന് കഴിയുമ്പോൾ കെദ്രോൻ തോടാണ്. കെദ്രോൻ തോടിൻ്റെ സൈഡിലുള്ള പ്രദേശങ്ങൾക്കാണ് ജോസഫാത്ത് താഴ്വര എന്ന് പറയും, താഴ്വര. യാവേ ഷഫാത്ത് എന്നാണ് ജോസഫാത്ത്. യാവേ ഷഫാത്ത് എന്ന് പറഞ്ഞാൽ ദൈവം, അത് യഹോവ വിധിക്കുന്നു. അപ്പോൾ വിധിയുടെ സ്ഥലമായിട്ട് കരുതപ്പെട്ടിരിക്കുന്ന ഒരു പ്രതീകാത്മകമായ അർത്ഥം ആ പ്രദേശം. ഇപ്പം നമ്മൾ ചെല്ലാമെങ്കിൽ അവിടെ ഒരുപാട് കല്ലറകൾ കാണാൻ പറ്റും യഹൂദന്മാർ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ, അമേരിക്കയിലാണെങ്കിൽ മരിക്കുന്ന യഹൂദൻ്റെ ഒരു താല്പര്യം ജോസഫാത്ത് താഴ്വരയിൽ അടക്കം ചെയ്യപ്പെടാനാണ്. പറ്റുമെന്നുണ്ടെങ്കിൽ എത്ര കോടി ഡോളറായാലും ശരി അവരവിടെ കൊണ്ടേ അടക്കും. അവിടെ ഒരു ചിന്ത അങ്ങനെയാണ്, അന്ത്യവിധി നാളിൽ അവിടെ വെച്ചാണ് കർത്താവ് വിധിക്കുന്നത്. അതുകൊണ്ട് യഹോ ഷഫാത്ത് എന്ന് പറയും വിധിക്കുക. അതാണ് ജോസഫാത്ത് എന്ന് പറയാനുള്ള കാരണം അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള വിധിയുടെ തലമാണ് അവിടെ. അപ്പോൾ അവിടെ പൂർവികരോട് ചേരുക എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ വളരെ ക്ലിയറായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. നമുക്ക് ഈശോ നമ്മളെ പഠിപ്പിച്ചിരിക്കണം. മരണാനന്തര ജീവിതത്തിൽ വ്യക്തത അവർക്കില്ലെങ്കിൽ പോലും അതിലേക്ക് ചൂഴ്ന്നു നിൽക്കുന്നതായ ഒരു ധാരണ അവരിലുണ്ടായിരുന്നു. സാദുക്യാറ്റ്സ് എന്ന് പറയുന്ന സദൂച്യ അല്ലെങ്കിൽ സാദോക്ക് എന്ന് പറയുന്ന പ്രധാന പുറപ്പെടുന്ന സദൂച്യർ എന്ന് പറയുന്ന വിഭാഗത്തിന് മാത്രമേ മരണാനന്തര ജീവിതത്തിൻ്റെ പുനരുത്ഥാനത്തിലെ വിശ്വാസം ഇല്ലാതെ ഉണ്ടായിരുന്നു. അവർക്ക് അങ്ങ് കാര്യങ്ങളിൽ വിശ്വാസം ഇല്ലായിരുന്നു. അവരിൽപ്പെട്ടവരായി ചേർന്ന ഈശോ ചേർന്ന് പറഞ്ഞത് സ്ത്രീക്ക് ഇങ്ങനെ ഭർത്താക്കന്മാർ 7 പേരുണ്ടായിരുന്നു. അവസാനം അവിടെ മരിച്ചങ്ങ് ചെല്ലുമ്പോൾ ആരുടെ ഭർത്താവായിരിക്കും ചോദ്യം ഉണ്ടായി. ഇവരിൽ നിന്നൊക്കെ വന്നതാണ്. അപ്പോൾ അവരുടേതായ രീതി വെച്ചുകൊണ്ട് അവർ ചോദിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ കർത്താവ് അവർ കൃത്യമായി മറുപടി പറഞ്ഞ് നമ്മൾ ഓർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഭാഗത്തിൻ്റെ ആദ്യ ഭാഗം ഇവിടെ ഭംഗിയായ രീതിയിൽ സമാപിക്കുന്നത്. അതുകൊണ്ട് എന്താ പ്രധാനപ്പെട്ട കാര്യം കണ്ടത്, നമുക്കൊക്കെ ഒരു താക്കീതാണ് ഇതിനകത്ത് കാണുന്നത്. അതായത് ഈ സാവൂൾ രാജാവ് വളരെ ദുർബലരായിരുന്ന മൈനോറിറ്റി ആയിരുന്ന ഈ ഗിബിയോൻകാരെ അവരെ മർദ്ദിച്ച് കീഴടക്കി കൊന്നുകളഞ്ഞു ഒത്തിരി പേരെ. അപ്പോൾ ദൈവം നമ്മൾ പ്രതികാരം ചെയ്യുന്നുള്ളതാണ് ഈ കാണുന്ന പാഠം. എന്തുകൊണ്ടാണ് ഇന്നും നമ്മൾ തുടരുന്നുണ്ടല്ലോ. നമ്മുടെ സമൂഹത്തിലാണെങ്കിലും ശരി, വളരെ പണ്ട് കാലങ്ങളിൽ ആദിവാസികളെയും ദളിതരെയൊക്കെ എങ്ങനെയാണ് സമീപിച്ചിരുന്നത്? പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഈ പറയുന്ന വ്യത്യസ്തങ്ങളായ ജാതി വ്യവസ്ഥയുടെ പശ്ചാത്തലത്തിൽ മനുഷ്യനെ അത്രയും ക്രൂരമായ രീതിയിൽ കൈകാര്യം ചെയ്തിരുന്ന കാലഘട്ടം അത്ര ദൂരെയൊന്നുമല്ല. അപ്പം അങ്ങനെ വരുന്ന ആ കാര്യങ്ങൾക്ക് എതിരെയുള്ള താക്കീതാണിത്. ആരെയും ദൈവത്തിൻ്റെ മക്കളെല്ലാവരും, അതുകൊണ്ട് ആരെയും താഴ്ത്തിക്കെട്ടാൻ പാടുള്ളതല്ല എന്ന് നമ്മെ പഠിപ്പിക്കുക. പാവപ്പെട്ടവരുടെയൊക്കെ നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുമെന്നും അവരെ മർദ്ദിച്ചു കഴിഞ്ഞാൽ, അവരെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ശിക്ഷാവിധി ഉണ്ടാകുമെന്നുള്ള കാര്യം അവിതർക്കിതമായി പഠിപ്പിക്കുകയാണ് ഇവിടെ. നമുക്ക് ബോധ്യമുണ്ടല്ലോ, നമ്മുടേതായ തലങ്ങളിൽ പോലും നമ്മളെക്കാൾ ദുർബലരായ ആളുകളെ നമ്മൾ സമീപിക്കുമ്പോൾ അവനിപ്പോൾ എന്ന നിലയിൽ അവന് വേണ്ട കൂലി കൊടുക്കാതിരിക്കും, അല്ലെങ്കിൽ അവന് വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അവന് വേണ്ട വിധത്തിൽ സംസ്കാരം ഇല്ലാത്തതുകൊണ്ട്, അവന് അല്ലെങ്കിൽ സ്വാധീനമില്ലാത്തതുകൊണ്ട് അവനെ കൊണ്ട് എന്ത് പണിയും ചെയ്യിപ്പിക്കാൻ കൂലി കൊടുക്കേണ്ടെന്ന രീതിയിൽ നമ്മൾ പോകുന്നതെങ്കിൽ ദൈവം ചോദിക്കും. അവൻ്റെ വേദനയും നിലവിലെയും ദൈവത്തിൻ്റെ പക്കലെത്തും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാര്യം കാണാൻ വേണ്ടി കാര്യങ്ങളൊക്കെ നേടിയെടുത്ത് മിടുക്കരാകാനൊന്നും ഭാവിക്കേണ്ട ദൈവസന്നിധിയിൽ അത് നീതിബോധത്തോടെ പെരുമാറാൻ പഠിക്കണം. അതുകൊണ്ട് അല്ലെങ്കിൽ
പാപപരിഹാരം ചെയ്യേണ്ടതായിട്ട് വരും. അതവിടെ കാണാം. അതിലെ പാപപരിഹാരം എന്താ? മരണമാണ്. അപ്പോൾ അത് ആത്യന്തികമായിട്ട് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾക്ക് പാപപരിഹാരം ചെയ്യാൻ അവന് കഴിവില്ലാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ പുത്രൻ അത് ഏറ്റെടുക്കുകയും നമുക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യുകയും ചെയ്തത്. അവിടെയാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഈശോ മിശിഹാ പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തന്നെ തന്നെ നൽകിക്കൊണ്ട് തന്നെ തന്നെ നൽകി നമ്മളെ വീണ്ടും ദൈവസന്നിധിയിലേക്ക്, പിതാവിൻ്റെ പക്കലേക്ക്, മക്കൾ എന്ന നിലയിലേക്ക് നമ്മളെ ആനയിച്ചു. പിന്നീട് നമ്മൾ ഇനി മക്കളാണ്, ഈശോ മിശിഹായോട് ചേർന്ന സഹോദരന്മാരാണ്. പിതാവിൻ്റെ മക്കളാണെങ്കിൽ ഈശോയുടെ സഹോദരന്മാരാണ്. ആ നിലയിലേക്ക് നമ്മളെ ഉയർത്തി, എവിടെ? പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നാണ് നമ്മളെ ഉയർത്തിക്കൊണ്ടുപോകുന്നത്. നമുക്ക് ആ ബോധ്യം നമുക്കുണ്ടാകേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെയും ഈ പറയുന്ന കുരിശൻ ചൂട്ടിൽ നിൽക്കുന്ന ആ സ്ത്രീകളുടെ രീതി തന്നെയാണ് റിസ്പ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. അവരുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ്? ചില മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ത്യാഗം സഹിക്കാൻ നാം സന്നദ്ധമാകേണ്ടതാണ്. അതായത് ഇങ്ങനെയുള്ള അനീതി നടക്കുന്നിടത്ത് നമുക്ക് നേരിട്ട് എതിർക്കാനോ അല്ലെങ്കിൽ നമുക്ക് ശബ്ദിക്കാനോ കഴിയാത്ത സാഹചര്യങ്ങളിൽ പോലും അവളുടേതായ രീതിയിൽ അവളുടെ പ്രതിഷേധം അറിയിച്ചതാണ്. അവൾ പട്ടിണിക്ക് ഉപവാസം ഇരുന്നുകൊണ്ട് ചാക്ക് വിരിച്ച് അതിൻ്റെ തോത്ത് കിടന്നുകൊണ്ട് ഉപവസിച്ചുകൊണ്ട് ഈ മൃതശരീരങ്ങൾക്ക് കാവലിരുന്നു എന്ന് പറയുന്നു. റിസ്പ എന്ന മഹരി നമുക്കിങ്ങനെ ഒരു മാതൃകയായിട്ട് നിൽക്കുകയും ഒരുപാട് പേരങ്ങനെയുണ്ടല്ലോ. കർത്താവിൻ്റെ മുമ്പിൽ മാതാവിൻ്റെ കൂടെ കുരിശിൽ ചൂട്ടിൽ നിന്ന സ്ത്രീകൾ അതുപോലെ തന്നെയല്ലേ. എന്തെല്ലാം സാഹചര്യങ്ങൾ അവർ അതിജീവിച്ചുകൊണ്ട് അവിടെ പോയി നിന്നത്. മറ്റ് ശിഷ്യന്മാരെല്ലാം ചിതറിപ്പോയപ്പോഴും അവർ നാലുപാടും ഭയപ്പെട്ട് ഓടിയപ്പോഴും ഈ പാവപ്പെട്ട സ്ത്രീകൾ ഭയപ്പെടാതെ കുരിശൻ ചൂട്ടിൽ വരെ വന്ന് എത്തി നിന്നില്ലേ. അതുകൊണ്ടാണ് ഇന്നും സഭയിൽ വാസ്തവത്തിൽ ആത്മചൈതന്യം പേറുന്ന ധാരാളം വനിതകളുണ്ട് ദൈവത്തിൻ്റെ സഭയിൽ. കർത്താവിൻ്റെ കൃപയിൽ പരിശുദ്ധ അമ്മയുടെ ജീവിത ശൈലി പിന്തുടരുന്ന ധാരാളം വനിതകൾ ഉണ്ട് സഭയിൽ. സഭയുടെ കരുത്ത്, ശക്തി അതാണെന്ന് കൂടി നമ്മൾ അന്വേഷിക്കണം. നമ്മൾ അടുത്ത ഘട്ടത്തിൽ കിടക്കുകയാണ്. പിന്നീടുണ്ട് 21 അധ്യായത്തിൻ്റെ 15 തൊട്ട് 22 വാക്യങ്ങളിൽ ദാവീദിന് ധീര യോദ്ധാക്കളെക്കുറിച്ച് പറയുന്നുണ്ട്. 3-4 പേരെക്കുറിച്ച് എടുത്ത് പറഞ്ഞ്, അതായത് ഒരു സൈനിക അധിപനെ അല്ലെങ്കിൽ ഒരു രാജാവും തന്നെ രക്ഷിച്ച ആ സൈന്യാധിപരെ അവർ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഞാൻ കാണാൻ കഴിയുന്നതും. 4 മല്ലന്മാരെ വധിച്ചവരാണ് അവർ ദാവീദിനെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ വഴികഴിച്ചു. ഒന്നാമത്തെ ഈസ്ബിബോത്തോബ് എന്ന് പറയുന്ന, അതായത് ദാവീദിനെ കൊല്ലാൻ ശ്രമിച്ച ഈസ്ബിബോത്തോബ് എന്ന് പറയുന്ന ആളിനെ അഭിഷായി എന്ന ആൾ അദ്ദേഹത്തെ വധിക്കുകയുണ്ടായി. അപ്പം രാജാവിനെ രക്ഷിച്ചതിൽ നിന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ അഭിനന്ദിക്കുന്ന ഘട്ടങ്ങളാണ് ഈ പറഞ്ഞ അടുത്ത ഘട്ടങ്ങൾ നാം കാണുക. അപ്പോൾ അതുകൊണ്ട് ദാവീദ് തന്നെയാണല്ലോ നമുക്കറിയാം. ദാവീദിനെ ഇസ്രായേലിലെ ഒരു വലിയ ഒരു യുദ്ധവീരനാണ്. ദാവീദ് യുദ്ധ നിപുണനാണ്. ആദ്യം അങ്ങനെയൊന്നും അല്ലായിരുന്നു. ആ 8 പേരിൽ 7 പേര് യുദ്ധനിപുണന്മാരായിരുന്നുകൊണ്ട് അവരെയാണ് സാമുവേൽ നിൻ്റെ മക്കളിൽ ഒരാളിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ ദൈവം പറഞ്ഞെന്ന് പറഞ്ഞ് ചെന്നപ്പോൾ 7 പേരെ ഓരോരുത്തരെ മാറി മാറി കാണിച്ചു കൊടുത്തപ്പോഴൊക്കെ ദൈവം കാണിച്ചു കൊടുത്തു ഇവനല്ല എന്ന്. നിനക്ക് ഒരു പുത്രനും കൂടി ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അപ്പം വരാവോ, അപ്പനൊരു പയ്യൻ, അവനിങ്ങനെ ആടിനെ വീട്ടിൽ അയാളോട് നടപ്പുണ്ട്. അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ദാവീദിനെ വിളിച്ചുകൊണ്ട് വന്നതും. അപ്പോഴാണ് അവനെ അവിടെ വെച്ച് അഭിഷേകം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഈ 8 പേരിൽ ഒട്ടും തന്നെ പ്രാപ്തിയില്ലാത്ത, യുദ്ധനൈപുണ്യം ഇല്ലാത്ത ചേട്ടന്മാർ വഴക്ക് പറഞ്ഞിരുന്ന വ്യക്തിയാണ് പിന്നീട് ഏറ്റവും വലിയ യുദ്ധ നിപുണനായിട്ട് മാറിയത്, അല്ലെ പരാക്രമയായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിപാലനം, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അതുകൊണ്ട് ഷാഫ് എന്ന് പറയുന്ന ആളിനെ സിപ്പായി എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരു ആളിനെയും അതായത് ദൈവം പ്രത്യേകമായിട്ട് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരേ പേര് തന്നെ സാഫും സിപ്പായിയും ഒക്കെ. അപ്പോൾ 3-4 പേര്. പിന്നെ ഷിമേയിയുടെ പുത്രൻ ജോനാഥൻ, യഥാർത്ഥ അവകാശി. അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ അവിടെ ഈ വിജയങ്ങൾക്കെല്ലാം കാരണക്കാരായി നിന്നത് ഈ മല്ലന്മാരെ വധിച്ച വലിയ വീരയോദ്ധാക്കളായ ആൾക്കാരാണ്. ദാവീദ് രാജാവ് ഏറ്റുപറയുകയാണ്. അതായത് എൻ്റെ യുദ്ധത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് നാട്ടുകാരുടെ മുമ്പിലും രാജ്യത്തിൻ്റെ മുമ്പിലും ദാവീദ് രാജാവാണ് വിജയിച്ച് നിൽക്കുന്നതും ദാവീദിനെയാണ് പാടിപ്പോകുന്നതും. പക്ഷേ അല്ല, അദ്ദേഹം പറയുന്നത് ഞാൻ വിജയിക്കാൻ കാരണം എൻ്റെ യോദ്ധാക്കളാണെന്ന് പറഞ്ഞത് ഇന്നത്തെ കാലഘട്ടത്തിൽ അനുകരിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ നേതൃത്വത്തിലിരിക്കുന്നവർ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. നേതൃത്വത്തിലിരിക്കുന്നവരൊന്നും ചെയ്തിട്ടാവില്ല, നാട്ടുകാരൊക്കെ കൂടെ പറയുന്ന അങ്ങനെ വലിയ കാര്യം ചെയ്തത് അവിടെ കീഴെയുള്ള ഉദ്യോഗസ്ഥന്മാരും ആൾക്കാരുമൊക്കെ ആയിരിക്കും. അപ്പോൾ മാതൃകാപരമായ രീതിയാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് തൻ്റെ കൂടെയുള്ള ആളുകൾ ചെയ്ത സേവനങ്ങളെ അത് എടുത്തു പറഞ്ഞ് അനുമോദിക്കുകയും അംഗീകരിക്കുകയും ചെയ്താണ് ദാവീദ് ഇവിടെ. അങ്ങനെ ചെയ്തത് എന്താ ഗുണം? തിരിച്ചും അങ്ങനെ തന്നെയാണ്. അങ്ങനെ തങ്ങളുടെ നേതാവിനെ അംഗീകരിക്കുകയും അനുകരിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു യോദ്ധാവിൻ്റെ ചിന്തിക്കുന്നത് ഞാൻ തന്നെ ബഹുമാനിക്കപ്പെടുന്ന
എൻ്റെ നേതാവിനെ ബഹുമാനിക്കുമ്പോൾ ഞാൻ തന്നെ ബഹുമാനിക്കപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് പരസ്പര ബന്ധിതമായ ഒരു കാര്യമാണ് ഇത്, നമ്മുടെ സമൂഹത്തിൽ അനുവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഏത് സംവിധാനത്തിലായാലും ശരി, ടോപ്പിലിരിക്കുന്ന ആൾക്കാണ് കീർത്തി മുഴുവൻ പോവുക. സാധാരണഗതിയിൽ അങ്ങനെയാണ്, എല്ലാ തലങ്ങളിലും ഇല്ല. സഭയുടെ തലത്തിലായാലും രാഷ്ട്രീയ തലത്തിലായാലും ടോപ്പിലിരിക്കുന്ന ആളിനാണ് കീർത്തി പോവുക. അദ്ദേഹത്തിൻ്റെ പേരിലാണ് എല്ലാ കീർത്തി മുദ്രയും വരിക. പക്ഷേ അദ്ദേഹത്തിന് ബോധമുണ്ടെങ്കിൽ മനസ്സിലാക്കി കൊടുക്കണം, ഞാൻ തന്നെ ഒന്നും ചെയ്തിട്ടല്ല ഞാൻ ജയിച്ച് നിൽക്കുന്നത്. എൻ്റെ കൂടെയുള്ള എൻ്റെ അനുയായികളുടെ തീവ്രമായ അധ്വാനവും കഠിനമായ അവരുടെ ത്യാഗവും അവരുടെ ആത്മാർത്ഥതയും കൊണ്ടാണ് എന്നെ ഏറ്റുപറയാൻ തയ്യാറാകുകയാണെങ്കിൽ അത് എന്തൊരു ഉണർവായിരിക്കും. ഈ പടയാൾക്ക് കൊണ്ട് ഇയാൾക്ക് വേണ്ടി ജീവൻ ബലികഴിച്ച് വീണ്ടും അധ്വാനിക്കാനുള്ള പ്രേരണയുണ്ടാകും. അതുപോലെ തന്നെ അനുയായികൾ എന്താ ചിന്തിക്കേണ്ടത്, എൻ്റെ നേതാവ് ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ഞാൻ തന്നെയാണ് ആദരിക്കപ്പെടുന്ന ചിന്തയുണ്ടെങ്കിൽ അത് എന്തൊരു മനോഹരമായ ചിന്തയായിരിക്കും. ഒരു സമൂഹം മുമ്പോട്ട് പോകണമെങ്കിൽ ടീം വർക്ക് എന്ന് പറയുന്ന സംഗതി വേണം. തലപ്പത്തിരിക്കുന്ന ആളുകൾ ഒരു ടീമായിട്ട് നിൽക്കുന്നത് ഇങ്ങനെയാണ്. കൂടെ നിൽക്കുന്നവരെ ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുകയും അതുപോലെ തന്നെ നേതാവിനെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മനോഭാവം ഉള്ള സ്ഥലത്തും സംവിധാനത്തിലും വിജയം സുനിശ്ചിതമാണ്. അവിടെ ഒരു പരാജയം വരില്ല. എങ്ങനെ പരാജയപ്പെടാൻ പറ്റുന്ന ഉരുക്കക്കോട്ട പോലെ നിൽക്കുകയല്ലേ ഇവിടെ നേതാവിനൊപ്പം ആൾക്കാർ. അതേസമയത്ത് നേതാവ് പരസ്പരം അംഗീകരിക്കാതിരിക്കുക, എല്ലാ കാര്യം എൻ്റെ ക്രെഡിറ്റിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് താനാണ് എല്ലാത്തിനെയും കേമെന്ന് പറഞ്ഞുകൊണ്ട് അഹംഭാവത്തിൽ പെരുമാറുകയും ചെയ്യുകയാണെങ്കിൽ അനുയായികളിൽ വിള്ളലുണ്ടാവുകയും അതിൻ്റെ ഉള്ളിൽ എതിർപ്പുണ്ടാവുകയും ചെയ്തുകൊണ്ട് ശക്തി ക്ഷയിച്ചു പോകുന്ന സാഹചര്യം നാം ഇന്ന് കണ്ടുവരികയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ തത്വം വളരെ ഇന്ന് യാഥാർത്ഥ്യമാണ്. എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആൾക്കാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരെ കൊണ്ടു നടക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു നേതാവായിട്ട് വരുന്നത്. അപ്പോഴാണ് നേതാവ് അംഗീകരിക്കപ്പെടുക. അതുതന്നെ ഇവിടെ കണ്ടത് ദാവീദ് രാജാവിന് പഠിക്കേണ്ട ഒരു പാഠം അതാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ കാണുന്നത് ദാവീദിൻ്റെ വിജയ കീർത്തനം. ഞാൻ സൂചിപ്പിച്ചല്ലോ 18-ാം സങ്കീർത്തനം, അതായത് 22-ാം അധ്യായം 1 തൊട്ട് 51 വാക്യങ്ങളിൽ. അപ്പോൾ ഇത് ബത്ശേബ സംഭവത്തിന് മുമ്പ് രചിച്ചതായിരിക്കണം. അപ്പോൾ അവിടെയുള്ള അദ്ദേഹത്തിൻ്റെ വലിയ വിജയങ്ങളെക്കുറിച്ച് എടുത്ത് പറയുന്നതും അവിടെ ഏറ്റവും അതിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് ഈ ദാവീദ് രാജാവിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും അദ്ദേഹം വിജയിച്ച് കയറുന്നതിൻ്റെ പ്രധാന കാരണം അവിടുത്തെ നാഥനും ഗുരുവുമായ കർത്താവാകുന്നു എന്ന് ഏറ്റുപറയുന്നതാണ് ഈ സങ്കീർത്തനം. സങ്കീർത്തനത്തിൻ്റെ ആദ്യ അവസാനം നമ്മൾ ധ്യാനിക്കാൻ പറ്റുന്ന ഒരുപാടുണ്ട്. അതിൻ്റെ നല്ല ചിന്തകൾ നമുക്ക് അന്നത്തെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കും പറയാൻ പറ്റും. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമുക്കെവിടെയെങ്കിലും വിജയമുണ്ടാകുന്നുവെങ്കിൽ അത് കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് എന്ന സത്യം ഏറ്റുപറയാൻ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും വിജയത്തിലേക്ക് നീങ്ങും. അതുകൊണ്ട് ഈ യുദ്ധങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പം ദൈവത്തിൻ്റെ അപദാനങ്ങളും കാരുണ്യവും പ്രകീർത്തിക്കുകയാണ് ഇവിടെ. അതാണ് രാജാവ് ചെയ്യുന്നത്. അവിടുത്തെ മഹത്വത്തെ എടുത്ത് പ്രഘോഷിച്ച് ഉയർത്തി കാണിക്കുന്ന ദാവീദിൻ്റെ സങ്കീർത്തനം മുഴുവൻ അങ്ങനെ തന്നെയാണല്ലോ. ഒരു വശേ അദ്ദേഹം താഴ്ന്നു വീണ് 51-ാം സങ്കീർത്തനത്തിൽ കരഞ്ഞ് കൂവി തന്നെ എത്ര സുന്ദരമായൊരു 51-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാം വാക്യം എടുത്തു നോക്കിയാൽ നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിക്കണമെന്ന് പറയുമ്പോൾ ആ ഭാഗം ഒന്ന് ഹൃദയത്തെ സ്പർശിക്കുന്നില്ലേ? നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ. എന്നാൽ ആദ്യം ഇതെല്ലാം പറഞ്ഞേച്ചാൽ എൻ്റെ പാപങ്ങൾ എൻ്റെ കൺമുമ്പിൽ ഇരിക്കുന്നു, എൻ്റെ പാപത്തിനൊത്തും നീ പ്രതികാരം ചെയ്യരുത്, നിൻ്റെ ആത്മാവിൽ നിന്ന് എടുത്ത് കളയരുത് എന്നെല്ലാം പറഞ്ഞതിന് ശേഷം നിർമ്മലമായ ഹൃദയം സൃഷ്ടിക്കണം. വോൾട്ടയർ എന്ന് പറഞ്ഞ വലിയ സാഹിത്യകാരൻ, നിരീശ്വരനാണ്. അദ്ദേഹം അതിഭയങ്കരമായ രീതിയിൽ സഭയെ കുറ്റപ്പെടുത്തുകയും സഭയൊക്കെ നിലനിൽക്കില്ല, യേശു നാമം പോലും അപ്രത്യക്ഷമാകുക എന്നൊക്കെ പ്രവചിക്കുകയും ചെയ്ത മനുഷ്യനാണെന്ന് ഓർക്കണേ, 17-ാം നൂറ്റാണ്ടിൽ. ആ മനുഷ്യൻ ഈ സങ്കീർത്തനങ്ങൾക്ക് എത്തി നിന്നപ്പോൾ 51-ാം സങ്കീർത്തനത്തിൻ്റെ കൃത്യം ഈ ഒരു തിരുവചനത്തിൽ വന്നപ്പോൾ നിർമ്മലമായ ഹൃദയം സൃഷ്ടിക്കണമേ എന്ന് ആ ഭാഗം വായിച്ചതിന് അദ്ദേഹം കണ്ണടച്ച് മിണ്ടാതിരുന്നെന്നാണ് പറയും. അതായത് പിന്നീട് അതിന് എഴുതാൻ സാധിച്ചില്ല. അപ്പം അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പം അങ്ങനെ ആ വിധത്തിലുള്ള ഒരു സങ്കീർത്തനം തന്നെയാണ് ഇതും. ഇതിനകത്ത് കടന്നു വരുന്നത് തന്നെ കൃപയുടെ ആ യുദ്ധ നൈപുണ്യമല്ല എനിക്ക് വിജയിക്കാൻ ഇടയായത്, ദൈവകൃപയാണ് എന്നത് ഏറ്റു പറയുക. എൻ്റെ നിപുണതയൊന്നുമല്ല, എൻ്റെ കഴിവുകളല്ല, എൻ്റെ ആയുധ ശക്തിയല്ല, ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് എടുത്ത് പറയുന്ന കാര്യങ്ങൾ ഇവിടെ നമ്മൾ കാണുകയും. അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? അദ്ദേഹം പറയുക ഉയർന്ന പാറമേലാണ് അതായത് ഞാൻ നിൽക്കുന്നത്. അതാണ് സുരക്ഷിതത്വത്തിൻ്റെ ഉന്നതമായ ആവിഷ്കാരമാണ്. അവൻ ആശ്രയിക്കുന്ന ഉയർന്ന പാറയിൽ, ദൈവം തമ്പുരാനില്ല നിൽക്കുന്നതാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കും പേടിക്കേണ്ട. ഉയർന്ന പാറയിൽ കയറുന്ന എന്താ ഗുണം? താഴെ നിന്ന് കയറിയുള്ള അറ്റാക്കിന് അത്ര എളുപ്പമൊന്നുമല്ല. കാരണം
ഉയർന്ന പാറ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരുപാട് മീനിങ് ഉള്ള ഒരു സിമ്പിളാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ. ആ പാറ പണ്ട് മോശ പറഞ്ഞില്ലേ, എനിക്ക് നിന്നെ ഒന്ന് കാണണം കർത്താവേ, യഹോവേ എനിക്ക് കാണണം എന്ന് പറയുമ്പോൾ അല്ലല്ല, നീ എന്നെ നേരിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നീ ജീവിച്ചിരിക്കില്ല. എന്താ അതിൻ്റെ കാരണം? അത് പരമപരിശുദ്ധിയാണ്, വിശുദ്ധിയാണ്. അതിന് മുമ്പിൽ നമ്മളിങ്ങനെ ദുർബലരായ മാറി നിന്ന് പോയി കഴിഞ്ഞാൽ കത്തിപ്പോവും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, എന്നെ ഞാൻ കാണിക്കാം, ഞാൻ അതിലെ പാസ് ചെയ്യും. നീ ഒരു പാറയുടെ പുറത്ത് കയറി അതിൻ്റെ വിടവിൽ നിൽക്കാൻ. എന്തൊരർത്ഥമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ കടന്നു പോകുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രവൃത്തികൾ കാണാം, അതിൻ്റെ പിൻഭാഗം കാണാം എന്നാ പറഞ്ഞിരുന്നേ. വാസ്തവത്തിൽ എന്താ പാറ? അത് പൗലോസ് ശ്ലീഹ കൊറിന്തോസ് ലേഖനത്തിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 10-ാം അധ്യായം വളരെ കൃത്യമായിട്ട് പറയും. പൂർവ്വികർ കടന്നു പോയപ്പോൾ കണ്ണുകൂട്ടി ആ പാറ ഈശോ മിശിഹായാകുന്നുവെന്നും, അതായത് നിനക്കെന്ന് എൻ്റെ പിതാവിനെ കാണുമെന്നുണ്ടെങ്കിൽ ആ ഈശോ മിശിഹായിൻ്റെ വിടവിൽ, അവിടുത്തെ തിരുമുറിവിൽ നീ പോയി അഭയം പ്രാപിക്കണം. അതല്ലേ പറഞ്ഞത്, നീ എണീറ്റ് ഇങ്ങോട്ട് വാ, എൻ്റെ തിരുവിലാവിലെ മുറിവുകൾ നീ കാണാം, നിൻ്റെ വിരൽ അവിടെ ഇട് എന്ന് പറഞ്ഞതിന് കാരണം ഇത് തന്നെയാണ്. പിതാവിനെ കാണുന്നു, എന്നെ കാണുന്നു, പിതാവിനെ കാണുന്നില്ല എന്ന് ചോദിക്കാൻ ചോദ്യം ഇത് തന്നെയാണ്. ആ പാറ എന്ന് പറയുന്നത് എന്ത് ഭയങ്കരമായ അർത്ഥമാണ്. കല്ലെന്നൊക്കെ പറയുന്നത് സിയോനിൽ ഞാനൊരു കല്ലവശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പ്രവാചകൻ പറഞ്ഞു. ഒരു കല്ലവശേഷിപ്പിച്ചിരിക്കുന്നു, അതായത് തട്ടി വീഴായിരുന്നാൽ അവൻ്റെ ഭാഗ്യം. ഇടർച്ചയുടെ പാറ എന്ന് പറയാനുള്ള കാരണം അതാണ്. ആ കല്ല് അത് ഭയങ്കര, നിങ്ങൾ പണിയപ്പെട്ടിരിക്കുന്നത് പ്രവാചകന്മാരിലും അപ്പോസ്തലന്മാരും വന്ന് അടിത്തറമേലാണ്. എന്നാൽ മൂലക്കല്ല് ഈശോ മിശിഹായാണ്. ആരാണ് ഈ മൂലക്കല്ലെടുത്ത് പറഞ്ഞില്ലേ, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു പറയുമ്പോൾ അതൊക്കെ വേദപുസ്തകത്തിൻ്റെ പ്രമേയങ്ങളും പ്രതീകങ്ങളും ഒരുപാട് അർത്ഥമുള്ളതാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് കർത്താവേ, നീയാണ് എൻ്റെ കോട്ട. കോട്ടയെന്ന് പറഞ്ഞാൽ പിന്നെ വീടില്ല, സംരക്ഷണമാണ്. കോട്ടയാ ചുറ്റപ്പെട്ട് നിൽക്കുന്നിടത്തോട്ട് ശത്രു കടന്നു വരില്ല. അതുകൊണ്ട് നീ എൻ്റെ കോട്ടയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭയമുണ്ടാകുമ്പോഴും പരിഭ്രാന്തി ഉണ്ടാകുമ്പോഴും കർത്താവേ, നീയാണ് എൻ്റെ കോട്ട, നീ ശക്തി ദുർഗമാണ്. അങ്ങനെയുള്ള അവബോധം ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ ഭയം മനുഷ്യനെ എന്നെ കൊണ്ട് ഒരുപാട് അവനെ മതിക്കുന്നത് അവൻ്റെ ഭയമല്ലേ. അവൻ്റെ ഭയം കൊണ്ടല്ലേ ഈ വിഷാദം മുറ്റി ആത്മഹത്യയിലേക്ക് തീരുന്നതെന്ന്. ഭയചകിതനായ മനുഷ്യന് ആ ഭയം മാറാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. ശാന്തമായിട്ടിരുന്നു അവൻ്റെ ഹൃദയം തുറന്നിട്ട് എൻ്റെ ദൈവമേ എന്ന് പറയാൻ അവന് കഴിഞ്ഞാൽ അവന് ഭയം മാറി. അവിടേക്ക് ദൈവത്തിൻ്റെ അരൂപി കടന്നു വന്ന് ധീരനായി ധൈര്യപ്പെടുകയും. അതുകൊണ്ടല്ലേ എപ്പോഴും ജോഷുവായാണെങ്കിലും മോശയാണെങ്കിലും അവരുടെ കർത്താവ് ഓർത്ത് ഇബ്രാഹിം ഒരു ജനത്തോട് പറയുന്ന ധീരരായിരിക്കുവേൻ, ഭയപ്പെടരുത്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ധീരരായിരിക്കും പറഞ്ഞില്ലേ. നെതന്യാഹു ഒരിക്കപ്പെട്ട ആൾക്കാർ പറഞ്ഞ് ഈ തിരുവചന ഭാഗം എടുത്ത് വെച്ചുകൊണ്ടാണ് പറഞ്ഞ് ധീരരായിരിക്കുവേൻ, ഭയപ്പെടരുത്, പോകുന്നതിന് മുമ്പായിട്ട് എന്ന് പറയുമുള്ള ധൈര്യം. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് പഠിക്കുകയാണ്. ഇവിടുന്ന് കോട്ടയാണ്, തന്നെയല്ല അവിടുന്ന് നമ്മുടെ അഭയമാണ്. ഈ സങ്കീർത്തനം പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയാണ്. കർത്താവാണ് നമ്മുടെ അഭയം. ആ അഭയം എന്ന് പറഞ്ഞാൽ നമുക്ക് ആശ്രയിക്കാൻ വേറൊന്നും പോകേണ്ട കാര്യമില്ല. അധ്വാനിക്കുന്നതും പാരിഞ്ഞും എൻ്റെ പക്കൽ വരട്ടെ, ഞാൻ അവരെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞതല്ലേ. അതാണ് അഭയ കേന്ദ്രം എന്ന് പറയുന്നത്. ഇതാണ് പഴയ നിയമത്തിലുണ്ടല്ലോ, ഈ ബലിപീഠത്തിൻ്റെ കൊമ്പിൽ ചെന്ന് പിടിച്ചു നിന്നാൽ അവനെ വധിക്കാൻ പറ്റില്ല നിയമം ഉണ്ടായിരുന്നു. അത് അഭയകേന്ദ്രമാണ്. ബലിപീഠത്തിൻ്റെ കൊമ്പെന്ന് പറഞ്ഞാൽ ശക്തിയുടെ പ്രതീകമാണ്, ദൈവത്തിൻ്റെ പ്രതീകാത്മകതയാണ്. അമ്മ അത്രയ്ക്കും അവരെ പഠിപ്പിച്ചിരുന്നു. അതായത് ദൈവാശ്രയത്തിൽ നീ നിന്നാൽ നിങ്ങളെ കൊല്ലാൻ, നിന്നെ വധിക്കാൻ ആർക്കും പറ്റിയില്ല. ആ അഭയകേന്ദ്രം ഈശോ മിശിഹായാണ്. അതുപോലെ തന്നെ ദൈവം എനിക്ക് പരിചയമാണെന്ന് തന്നെ അത് പറയുന്നത്. പരിചയം എന്താണ്? ശത്രുവിൻ്റെ അമ്പുകളെ നേരെ വേറെ പ്രതിരോധിക്കുന്ന പരിചയം നമുക്ക് ഏറ്റവും വലിയ യുദ്ധോപകരണമാണ്. അപ്പോൾ തമ്പുരാൻ നമുക്ക് പരിചയമായിട്ട് നിൽക്കുമ്പോൾ പിശാചിൻ്റെ ആയുധങ്ങളെയൊക്കെ തകർക്കാൻ നമുക്ക് പറ്റും. അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അവനെയും കാത്തിരിക്കുകയല്ല നമ്മളെ തകർക്കാൻ വേണ്ടി. എന്തെല്ലാം ആയുധങ്ങൾ ഉപയോഗിക്കുന്ന അസൂയ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള അശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, ചിന്തകൾ, പ്രലോഭനങ്ങൾ, ഇതൊക്കെ അവൻ്റെ പരിപാടിയാണ്, അവൻ്റെ ആയുധങ്ങൾ. അതിനെയൊക്കെ പരിചയമാണ്. ദൈവം നമുക്ക് പരിചയമായിട്ട് നിൽക്കുക. ആ പരിചയമാണ് ഈ ശത്രുക്കളെ തടുക്കുന്നത്. പിന്നെ പറയുന്നു, നീ കൊടുമുടിയാണ് എന്ന്, ശൃംഗമാണ്, ഉപരി ശൃംഗത്തിലാണ്. അതല്ലേ പറഞ്ഞില്ലേ യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുക, എല്ലാം നമുക്ക് പോകാം, ഇസ്രായേലിൻ്റെ ദൈവത്തെങ്കിലേക്ക് പോകാം. എല്ലാ ഗിരിശൃംഗങ്ങൾക്കും ഉയർന്നു നിൽക്കുന്ന ഒരു ഗിരിശൃംഗമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. ജനങ്ങളെല്ലാം അങ്ങോട്ടൊഴുകും, അവിടുന്ന് പുറപ്പെടും. എന്താ? സിയോനിൽ നിന്ന് നിയമവും യെരൂശലേമിൽ നിന്ന് വചനവും പുറപ്പെടും, നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് ജനതകൾ പറയും. അപ്പോൾ അത് കൊടുമുടി എന്ന് പറയുന്നത് ദൈവസാന്നിധ്യമാണ്, ഈശോയുടെ സാന്നിധ്യമായി. കൊടുമുടി എന്നൊക്കെ വേദപുസ്തകം ഉപയോഗിച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള പദങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളെ ആരും പിന്നെ എന്താ തകർക്കാൻ പറ്റില്ല.
അതുകൊണ്ട് നമ്മളെ വളരെ കൃത്യമായിട്ട് ഈ സങ്കീർത്തനത്തിൽ പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി ധ്യാനിക്കുമ്പോഴാണ് അതിൻ്റെ മനോഹാരിത നമുക്ക് മനസ്സിലാക്കേണ്ടത്. മാരകമായ അപകടങ്ങൾ അവിടെ നമ്മളെ സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ദാവീദ് മാരകമായ അപകടങ്ങൾ ചെന്ന് പെട്ടു. ആ മാരകമായ അപകടത്തിൽ പെട്ടവർക്ക് ദൈവം തന്നെ നേരെ പൊക്കിയെടുത്തുകൊണ്ട് എന്ന് പറയും. ദൈവനെ പൊക്കിയെടുത്തു. മാരകമായ അപകടമായിരുന്നില്ലേ സാവൂളിൽ വെച്ചത്? കൊല്ലാനല്ലേ ചെയ്തിരുന്നത്? അമ്പയിൽ കൊല്ലാൻ നോക്കിയില്ലേ? കുന്തം കൊണ്ട് കുത്തി കൊല്ലാൻ നോക്കിയില്ലേ? മാരകമായ അപകട സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? അവിടെയൊക്കെ തെന്നി മാറിപ്പോയത് എങ്ങനെ? ദൈവത്തിൻ്റെ പരിപാലനയിലാണ്. അതുപോലെ തന്നെ അവിടെ മറ്റൊരു പ്രതീകം ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. അതായത് മരണം എന്ന് പറയുന്നത് അതിന് കടൽ പോലെയും അല്ലെങ്കിൽ പക്ഷിയെ കൊല്ലാൻ വന്നിരിക്കും വേടനെ പോലെയും മരണത്തെ കാണും. അതിൽ നിന്നൊക്കെ എന്നെ കൈപിടിച്ച് കടത്തി മരണത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നത് എൻ്റെ ദൈവമാണ്. അതുകൊണ്ട് ദൈവം എൻ്റെ നിലവിളി കേട്ടും. ഇതാണ് യാഥാർത്ഥ്യം. നിലവിളി കേൾക്കുന്നവനാണ് ദൈവം. ആ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയങ്ങൾ ഒന്നിതാണ്. നിലവിളി കേൾക്കുന്നവനാണ് എൻ്റെ ദൈവം. അത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഫലമുണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ നിരാശയോടെ നാം വിലപിക്കാൻ പാടില്ല. ഹൃദയത്തിൻ്റെ നിലവിളി കേൾക്കുന്നവനാണ് കർത്താവ്. നമ്മുടെ നിലവിളി കേൾക്കിയിട്ട് അവിടുന്ന് പ്രതികരിക്കുന്ന അവിടുത്തെ സമയത്തിലാണ്, നമ്മുടെ സമയത്തല്ല. പക്ഷേ നമുക്ക് പതറാത്ത അടിയുറച്ച വിശ്വാസത്തോടു കൂടി വേണം ദൈവത്തെ സമീപിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടുന്ന് നമ്മുടെ ശക്തി പ്രഭാവമാണ്. അവിടുന്ന് സർവശക്തനാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രതീകങ്ങളും കർത്താവിൻ്റെ ഇടപെടലിലൂടെ അന്ന് ഉപയോഗിച്ചിരുന്ന വാക്കുകളൊക്കെ സാധാരണ ഭൂമി കുലുക്കം, അല്ലെങ്കിൽ അഗ്നിപ്രവാഹം, അല്ലെങ്കിൽ ധൂമപടലം, അല്ലെങ്കിൽ അതൊക്കെ ഈ ദൈവ സാന്നിധ്യം എടുത്ത് കാണിക്കുകയില്ലേ? താബോർ മലയിൽ അന്നത്തെ കാലഘട്ടത്തിൽ ആ ഉടമ്പടി ഒപ്പുവെക്കാൻ ചെന്തി മോശം മുകളിലേക്ക് കയറിപ്പോയപ്പോൾ അവിടെ മുഴുവൻ ജ്വലിച്ച് നിന്നിരുന്നു പറയുന്നത്. ധൂമപടലം കൊണ്ട് നിറഞ്ഞു നിന്നിരുന്നു. അതിൽ ദേവാലയത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ ധൂമം നിറഞ്ഞു നിന്നിരുന്നു. അതൊക്കെ അടയാളമായിട്ട് ദൈവമഹത്വത്തിൻ്റെ അടയാളമായിട്ട് കാട്ടപ്പെട്ടിരിക്കുന്നു. എസെക്കിയ പ്രവാചകൻ ദൈവത്തിൻ്റെ മഹത്വം ഇങ്ങനെ കിഴക്കേ പടിവാതിൽ പുറത്തേക്ക് പോകുന്നതായിട്ട് കണ്ടു. അതുതന്നെ പിന്നീടോ 43 അധ്യായത്തിൽ വരുമ്പോഴത്തേക്കും ദൈവത്തിൻ്റെ മഹത്വം കിഴക്കേ പടിപ്പുരയുടെ കിളിമാതിലൂടെ അകത്തേക്ക് വരുന്നത് കാണും. ദൈവത്തിൻ്റെ മഹത്വം മേഘത്തിൻ എന്ന് പറയുന്ന പ്രതീകത്തിൽ അവതരിപ്പിക്കുന്ന കാണാൻ കഴിയുന്ന. അതുകൊണ്ട് കാറ്റിൻ്റെ ചിറകളിലാണ് സഞ്ചരിക്കും. കാറ്റിൻ്റെ ചിറകിൽ സഞ്ചരിക്കുന്നു പറഞ്ഞതിനർത്ഥം അതിവേഗം, അതിവേഗത്തിൽ കർത്താവ് നമ്മളെ രക്ഷയ്ക്കെത്തും. അതാണ് അവൻ കാറ്റിൻ്റെ ചിറകിൽ സഞ്ചരിക്കുന്നു പറഞ്ഞതാണ്. അതിവേഗത്തിലെത്തും. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ അത് അങ്ങനെയൊന്നുമല്ല, അലസമായില്ല, കാറ്റിൻ്റെ ചിറകിൽ സഞ്ചരിക്കുന്നവനാണ് അവിടുന്ന്. അതുകൊണ്ട് അവിടുത്തെ അന്ധകാരത്തിൻ്റെ ആവരണമുണ്ട്. അന്ധകാരത്തിൻ്റെ ആവരണം എന്തിനാ? ശത്രു തിരിച്ചറിയരുത്. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം ശത്രു തിരിച്ചറിയാൻ പറ്റില്ല. അന്ധകാരത്തിൻ്റെ ആവരണത്തിൽ വിട്ടുകൊണ്ടാണ് കർത്താവ് ചിലപ്പോൾ സമീപിക്കുക. അതുകൊണ്ട് ശത്രുവിനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇടിമുഴക്കവും മിന്നൽ പിണരും കൊടുങ്കാറ്റുമൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന പ്രതീകങ്ങൾ ദൈവ സാന്നിധ്യത്തിൻ്റെതാണെന്ന് ഈ സംഘടന നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ എന്താണ് കടലിലും അതുകൊണ്ട് ദൈവ സാന്നിധ്യത്തിൽ താഴ്ന്നു പോകുന്ന അവസരത്തിൽ കടലിൽ താഴ്ന്നു പോകുന്നു തോന്നുമ്പം പൊക്കിയെടുക്കുന്നവനാണ് നമ്മുടെ ദൈവം എന്ന കാര്യം. അതുകൊണ്ട് വിശാലമായ സ്ഥലത്ത് നമ്മളെ സംരക്ഷിക്കുന്നവനാണ്. വിശാലതയുടെ അർത്ഥം എന്താ? വിശാലമായ സ്ഥലത്താണെങ്കിൽ ശത്രുവെ നമുക്ക് കാണാൻ പറ്റും. ഇന്നത്തെ യുദ്ധങ്ങൾ കാലഘട്ടം എന്ന് ഓർക്കണം. ഈ സങ്കീർത്തനത്തിൻ്റെ പിന്നിൽ കാണുന്നത് ഞാൻ വിശാലമായ സ്ഥലത്ത് അവിടെ നിന്ന് സംരക്ഷിക്കുന്നു പറഞ്ഞാൽ എങ്ങോട്ട് നോക്കിയാലും ശത്രു എവിടെയെങ്കിലും വന്നാൽ കാണാൻ പറ്റുന്ന സ്ഥലമാണ്. സംരക്ഷണം നൽകും. അതുകൊണ്ട് ദൈവസാന്നിധ്യം നമുക്ക് ഉടമ്പടിയോട് പൂർണ്ണമായ വിശ്വസ്തത പാലിക്കാൻ കഴിഞ്ഞാൽ ദൈവം നമ്മളെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് അത് ഏറ്റുപറയാൻ ദാവീദ് എല്ലാം ഏറ്റുപറയുകയാണ്. തൻ്റേതായിട്ടുള്ള എല്ലാ എന്നെ ആകാവുന്നിടത്തോളം ഞാൻ ഉടമ്പടി വിശ്വസ്തത പാലിക്കാൻ പരിശ്രമിച്ചു എന്ന് ദാവീദ് രാജ ഏറ്റുപറയാണ്. ഇത് ഈ ബെത്സൈദ സംഭവത്തിന് മുമ്പാണ് ഈ സംഭവം. അദ്ദേഹത്തിന് വീഴ്ച കഴിഞ്ഞ് പിന്നീട് ഉണ്ടാകുമ്പം വേറെ വിധത്തിൽ ഏറ്റുപറയുന്നതാണ് 58-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വിശ്വസ്തനാണ്. അപ്പോൾ കർത്താവ് നമ്മെ സംരക്ഷിക്കും. എന്തുകൊണ്ടാണ്? അവിടുന്ന് നൈർമല്യമാണല്ലോ പ്രതീക്ഷിച്ചത്. ഹൃദയ നൈർമല്യം, വിനയം, അതുകൊണ്ട് ആശ്രയബോധം, ഇതൊക്കെയായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതം പോലുള്ള യാത്രയിൽ നിരന്തരമായ പരിശീലനവും അതുപോലെ തന്നെ കർത്താവിൻ്റെ സഹായവും അപ്പോൾ അജയ്യമായ യോദ്ധാവിൻ്റെ കർമ്മധീരതയും ആവശ്യമാണെന്ന് ഈ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് വീണ്ടും നമ്മളെ ദൈവത്തിൻ്റെ സ്തുതിപ്പിലേക്കാണ്. 22-ാം അധ്യായം 47-50 വാക്യം വരുമ്പം വീണ്ടും ദൈവസ്തുതിപ്പിൽ ആരംഭിച്ച് ദൈവസ്തുതി അവസാനിക്കുക നമ്മൾ അവിടെ കാണാൻ പറ്റും. എപ്പോഴും സ്തുതിപ്പിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ശക്തി സംഭരിക്കുന്ന ഹൃദയം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് നമ്മൾ സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലും
ആ ദൈവത്തിനുള്ള സ്തുതിയൊന്നും ആവശ്യമില്ല. പക്ഷെ നമുക്ക് ഈ സ്തുതിക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വരുന്നു എന്നാണ്. അപ്പോൾ നമുക്കത് ജീവിക്കുന്നവനായ ദൈവത്തിൻ്റെ ജീവൻ്റെ ഉറവിടത്തിലേക്ക് നമുക്ക് കടന്നു നിൽക്കുകയാണ്. വാസ്തവം പറഞ്ഞാൽ ദാവീദ് ഒരു നല്ല സുവിശേഷ പ്രഘോഷകനായിട്ട് മാറുന്നതാണ് 18-ാം സങ്കീർത്തനം നമുക്ക് കാണാൻ കഴിയും. 18-ാം സങ്കീർത്തനം വീണ്ടും എടുത്ത് വായിച്ച് ധ്യാനിച്ച് നോക്കുക. ഇവിടെയുണ്ട്, ഈ അധ്യായത്തിൽ പറഞ്ഞ പോലെ തന്നെയുണ്ട്. സങ്കീർത്തനങ്ങളിൽ തന്നെ 18-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരേ സങ്കീർത്തനം തന്നെയാണ്. അപ്പോൾ കർത്താവിൻ്റെ അഭിഷിക്തനായിട്ട് ദാവീദ് തന്നെ ആവിഷ്കരിക്കാൻ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത് പൂർത്തിയാക്കപ്പെടുക എവിടെയാണ്? അഭിഷിക്തനാരാണ്? പുരോഹിതനാരാണ്? പാപമോചനം നൽകുന്നവനാണ്. അതെവിടെയാണ് പൂർത്തിയാകുന്നത്? ഈശോ മിശിഹായിലാണ്. അപ്പോൾ ഈശോ മിശിഹായിലാണ് പൂർണ്ണമായും പാപമോചനം കടന്നു വരുന്നത്. പാപം വഴി മരണം സംഭവിച്ചുവെങ്കിൽ ഈശോ മിശിഹ അതിൽ വിജയം വരിച്ച് നമ്മെ അതിൽ നിന്ന് മോചിപ്പിച്ച് പുനരുത്ഥാനം വഴി നമുക്ക് പുതുജീവിതത്തിലേക്ക് കടന്നു പോകാൻ ഇടയാക്കി. നമ്മളീ പാപം അവസാനിപ്പിക്കുക. ദാവീദിനെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ അവസാന ഭാഗത്ത് നിൽക്കുമ്പോഴത്തേക്കും ആ സങ്കീർത്തനങ്ങൾ ധ്യാനിക്കുമ്പോൾ വാസ്തവത്തിൽ ഇന്ന് പ്രാർത്ഥനയ്ക്കുള്ള ഒരു ദൈവിക വചനഭാഗമാണെന്ന് നമ്മൾ ഓർക്കണം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ ചരിത്ര സംഭവങ്ങൾ പഠിക്കാനുള്ള ജിജ്ഞാസയോടെ അല്ല വായിക്കേണ്ടത്, അല്ലെങ്കിൽ അതേക്കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസയോടെ അല്ല വായിക്കേണ്ടത്. ഈ സംഭവങ്ങൾ നടന്നതിന് ശേഷം, നൂറ്റാണ്ടുകൾക്ക് ശേഷം, അതായത് ദൈവചിന്തയിൽ നിറഞ്ഞു നിന്നിരുന്ന ദൈവശാസ്ത്രജ്ഞരായ അല്ലെ വിശുദ്ധനായ ദൈവത്തിൻ്റെ ഉപകരണങ്ങളായ വിശുദ്ധ ഗ്രന്ഥ നിർമ്മാതാക്കളിലൂടെ അവരവിടെ പ്രാർത്ഥനാപൂർവ്വം ആ സംഭവങ്ങളുടെ അർത്ഥം നമ്മുടെ മുമ്പിൽ ആവിഷ്കരിക്കുക നമ്മൾ കാണാൻ കഴിയും. അതോടെ എങ്ങോട്ട് നമ്മളെ കൊണ്ടുപോകുന്നത്? അടുപ്പിച്ച് നമ്മളെ എടുത്തു കൊണ്ടുപോകുന്നത് ദാവീദിൻ്റെ പുത്രനായ ഈശോ മിശിഹായിലേക്കാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.